ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി മുകളിലേക്ക് മാത്രം പോകുമെന്ന് നമ്മൾ കരുതും. പക്ഷേ ആ സമയത്താണ് സ്മാർട്ട് മണി പുതിയ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നത്. ബിഗ് പ്ലെയേഴ്സ് വില താഴെയായപ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ നല്ല ലാഭത്തിലാണ്. ഇപ്പോൾ അവർ പതുക്കെ തങ്ങളുടെ ലാഭം പിൻവലിക്കാൻ തുടങ്ങും. റീറ്റെയിൽ ട്രേഡേഴ്സ് ഇത് പുൾ ബാക്ക് ആണെന്ന് കരുതി ബൈ ചെയ്യും. പക്ഷേ ബിഗ് പ്ലെയേഴ്സ് റീറ്റെയിൽ ട്രേഡേഴ്സ് വാങ്ങുന്ന അതേ വിലയിൽ തങ്ങളുടെ ഓഹരികൾ സെൽ ചെയ്ത് പുറത്തേക്കിറങ്ങും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. വില മുകളിലെ നിലയിൽ തന്നെയിരിക്കും, പക്ഷേ വിൽപ്പനയുടെ വോള്യൂം കുത്തനെ ഉയരും. ഈ സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സ് മാർക്കറ്റ് ഇനി കയറുമെന്ന് വിശ്വസിച്ച് പൂർണ്ണമായി ബുളിഷ് ആയിരിക്കും. ബിഗ് പ്ലെയേഴ്സ് അവരുടെ മുഴുവൻ പൊസിഷനുകളും സെല്ല് ചെയ്താൽ വിലയെ പിടിച്ചു നിർത്തിയിരുന്ന സപ്പോർട്ട് ഇല്ലാതാകും. അതിനുശേഷമാണ് മാർക്കറ്റ് പെട്ടെന്ന് ശക്തമായി താഴേക്ക് പോകുന്നത്. അക്യൂമുലേഷൻ, ബ്രേക്ക്ഔട്ട്, ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഘട്ടങ്ങളും മനസ്സിലാക്കിയാൽ നിങ്ങൾ സ്മാർട്ട് മണി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. പക്ഷേ ചോദ്യം, ഈ ട്രാപ്സിൽ നിന്ന് സേഫായി എങ്ങനെ ട്രേഡ് ചെയ്യാം? അതാണ് പാർട്ട് 4ൽ പറയുന്നത്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.